കാഞ്ഞങ്ങാടിന്റെ സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറായതായി നഗരസഭാ ചെയർമാൻ വി രമേശൻ പറഞ്ഞു. നഗരസഭ വികസന കർമ്മസമിതി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞങ്ങാട് നഗരത്തിന്റെ സമഗ്ര വികസനത്തിനുതകുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറായതായി നഗരസഭാ ചെയർമാൻ വി രമേശൻ പറഞ്ഞു. ശ്മശാനവുമായി ബന്ധപ്പെട്ട വിഷയവും ഈ വർഷം പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ റിവിഷൻ വരുമ്പോൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറുന്തൂർ എന്ന് പറയുന്ന വാർഡിൽ ആവശ്യമായ സ്ഥലമുണ്ട്, സൗകര്യങ്ങളുണ്ട്. അവിടെ വളരെ വേഗം ഒരു ശ്മശാനം പണിയാൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ശ്മശാനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അരയിലും നമുക്കിപ്പോൾ സ്ഥലം ലഭ്യമായിട്ടുണ്ട്. പുതുക്കൈ വില്ലേജിൽ ആണ് ഒരു 6-7 വാർഡുകൾ, അവിടെയാണ് നമ്മുടെ നഗരസഭയുടെ. അങ്ങനെ 2-3 സ്ഥലം നോക്കി എത്രയും വേഗം നമുക്ക് ഈ ശ്മശാനത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഉള്ള മുൻതൂക്കം പുതിയ ഭരണസമിതിയുടെ ഭാഗത്ത് ഉണ്ടാകും. കാഞ്ഞങ്ങാട് നഗരവികസന കർമ്മസമിതി കഴിഞ്ഞ ദിവസം വ്യാപാര ഭവനിൽ ജനപ്രതിനിധികളുമായി നടത്തിയ അഭിമുഖം വേറിട്ട നിലയിൽ ശ്രദ്ധേയമായി. ഉള്ളു തുറന്ന് അഭിപ്രായങ്ങൾ പ്രകടമാക്കിയ മുഖാമുഖം പരിപാടിയിൽ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാനും വിമർശനങ്ങൾ ഉൾക്കൊള്ളാനും തങ്ങൾ ബാധ്യസ്ഥരാണെന്ന ജനപ്രതിനിധികൾ നൽകിയ ഉറപ്പ് ഹർഷാരവത്തോടെയാണ് സദസ്സ് എതിരേറ്റത്. കർമ്മസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ CK ആസിഫ് സ്വാഗതം പറഞ്ഞു. കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത് വികസന രേഖ അവതരിപ്പിച്ച് സംസാരിച്ചു. നഗരസഭാ ചെയർമാൻ വി രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുജാത, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ, അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ മൂലക്കണ്ടം, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മഹമ്മൂദ് മുറിയനാവി, M വിജയൻ, ഫൗസിയ ഷെരീഫ്, M സുമതി, പ്രശാന്ത് സൗത്ത്, സവിത കുമാരി, കൗൺസിലർ 5 സ്റ്റാർ അബ്ദുൾ റഹ്മാൻ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ MV രാഘവൻ, കവിത, C കുഞ്ഞാമിന എന്നിവരെ കർമ്മസമിതി അംഗങ്ങളും ഷോൾ അണിയിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ഓഫീസ് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറേ ബ്ലോക്കിൽ എല്ലാത്തരം സൗകര്യങ്ങളോടും കൂടി നവീകരിച്ച മാറ്റി സ്ഥാപിക്കും. പുതിയ കോട്ടയിലെ നിലവിലെ ഓഫീസ് സോണൽ ഓഫീസായി നിലനിർത്തും. ആധുനിക ശ്മശാനത്തിന് കുറുന്തൂരിൽ സ്ഥലം കണ്ടെത്തിയതായും മടിക്കൈ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ച് അരയിപ്പുഴയോരം വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്നും ചെയർമാൻ പറഞ്ഞു. മൺമറഞ്ഞ മഹാരഥന്മാരുടെ ഓർമ്മയ്ക്കായി പൈതൃക ഇടനാഴി സ്ഥാപിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിക്ക് നഗരസഭയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2000 പേർക്കിരിക്കാവുന്ന ഇൻഡോർ സ്റ്റേഡിയവും ആധുനിക രീതിയിലുള്ള പൊതുശ്മശാനവും സ്ഥാപിക്കാനുള്ള നടപടിയുണ്ടാവും. ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ വിശദമായി പരിശോധിച്ച് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ നടപടികൾ ഉണ്ടാവുമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി. പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ, ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത്, C മുഹമ്മദ് കുഞ്ഞി, CA പീറ്റർ, A ഹമീദ് ഹാജി, ഐശ്വര്യകുമാരൻ, A ദാമോദരൻ, T മുഹമ്മദ് അസ്ലം, ചന്ദ്രൻ പെറ്റ്സ്, ആസിഫ് മെട്രോ, N അശോക് കുമാർ, K കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കർമ്മസമിതി ചെയർമാൻ C യൂസഫ് ഹാജി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.